നമസ്കാരം. റാഗിംഗ് എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന വിദ്യാർത്ഥികളുടെ ക്യാമ്പസ് വിനോദം അക്രമത്തിലേക്കും കൊലപാതകങ്ങളിലേക്കും എത്തിയ നിരവധി സംഭവങ്ങൾക്കാണ് കേരളം ഇതിനോടകം സാക്ഷ്യം വഹിച്ചത്. പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥനാണ് ക്യാമ്പസ് റാഗിങ്ങിന്റെ ഏറ്റവും ഒടുവിലത്തെ ഇര. മറ്റുള്ളവരെ പീഡിപ്പിക്കാനും പരിഹസിക്കാനുമുള്ള അവസരങ്ങളെ പുതുതലമുറ ആഘോഷമാക്കുന്ന പ്രവണതയായി റാഗിംഗ് കേരളത്തിൽ മാറിയിരിക്കുകയാണ്. കിട്ടുന്ന അവസരങ്ങൾ റാഗിങ്ങിനായി വിദ്യാർത്ഥികൾ മുതലെടുക്കുകയാണ്. സഹപാഠികളെ പരിഹസിക്കുന്നതിൽ ആനന്ദിക്കുക, ശാരീരികമായി ഉപദ്രവിക്കുക, അതിൽ കുറ്റബോധമില്ലാതെ വീഡിയോകൾ ചിത്രീകരിക്കുക എന്നിവയൊക്കെ മാനസിക വൈകൃതങ്ങളാണ് എങ്കിലും അതൊക്കെ പിന്തുടരുകയാണ് വിദ്യാർത്ഥികൾ. റാഗിംഗ് നിരോധന നിയമം നിലവിലുണ്ടെങ്കിലും ഇത് നടപ്പിലാക്കുന്നതിൽ വരുന്ന അപാകതകളും പാളിച്ചകളുമാണ് അക്രമവാസനകളുള്ളവർ മുതലെടുത്ത് വരുന്നത്. ബോധവൽക്കരണത്തോടൊപ്പം തന്നെ ശക്തമായ നിയമ സംവിധാനം നടപ്പിലാക്കിയാൽ മാത്രമേ റാഗിംഗ് നിയന്ത്രണ വിധേയമാക്കാനാവൂ എന്ന സ്ഥിതിയായിരിക്കുന്നു. റാഗിംഗ് എന്ന ആവേശം ഉൾക്കൊണ്ട് സീനിയേഴ്സ് പോരിനിറങ്ങുമ്പോൾ സ്കൂൾ തലം മുതൽ കലാലയങ്ങൾ വരെ സംഘർഷഭരിതമാവുന്ന കാഴ്ചയാണ് കേരളത്തിൽ കാണുന്നത്. നല്ല വിദ്യാഭ്യാസ സമ്പ്രദായത്തിനെ റാഗിംഗ് അലോസരപ്പെടുത്തുന്ന യാഥാർത്ഥ്യമായിരിക്കുകയാണ് ഇന്ന്. വർഷങ്ങളായി നൂറുകണക്കിന് നിരപരാധികളുടെ ജീവൻ അപഹരിക്കുകയും മിടുക്കരായ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയെ തന്നെ നശിപ്പിക്കുകയും ചെയ്തിട്ടും ഇന്നും കേരളത്തിൽ റാഗിംഗ് നിർബാധം തുടരുന്നു. വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥിന്റെ മരണത്തിന്റെ ഞെട്ടൽ വിട്ടുമാറാത്ത സമൂഹത്തിന് നേരെ പ്രധാനമായും SFIയുടെ നേതൃത്വത്തിലുള്ള റാഗിംഗ് വിദ്യാർത്ഥികൾ കാർക്കിച്ച് തുപ്പുകയാണിപ്പോൾ. പോലീസും നാട്ടുകാരും PTA-യും പ്രശ്നപരിഹാരത്തിന് ശ്രമം നടത്തുമ്പോഴും പലപ്പോഴും കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന സ്ഥിതി വിശേഷമാണുള്ളത്. കോളേജുകളേക്കാൾ കൂടുതൽ +2 സ്കൂളുകളിൽ റാഗിംഗ് അരങ്ങ് തകർക്കുന്നു. കണ്ണൂരിലെ ഒട്ടുമിക്ക +2 സ്കൂളുകളും കഴിഞ്ഞ ദിവസങ്ങളിൽ റാഗിംഗ് പ്രശ്നങ്ങളുണ്ടായി. ചിലയിടങ്ങളിൽ പോലീസ് ഇടപെടലുമുണ്ടായി. മറ്റു ചിലയിടത്ത് PTA-യും നാട്ടുകാരും ചേർന്ന് പ്രശ്നമങ്ങ് പരിഹരിച്ചു. വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുവെന്നാണ് അധ്യാപകരും PTA ഭാരവാഹികളും ഇക്കാര്യത്തിൽ തുറന്നു പറയുന്നത്. ജൂനിയർ വിദ്യാർത്ഥികൾ ഷൂ ധരിച്ചെത്തിയതും പുതിയ ഹെയർ സ്റ്റൈലുകൾ പരീക്ഷിച്ചതുമടക്കം റാഗിംഗ് വിഷയങ്ങളാവുകയാണ് ഇവിടെ. പയ്യന്നൂർ കോളേജിൽ 2ാം വർഷ വിദ്യാർത്ഥിയെ കഴിഞ്ഞ ദിവസം സീനിയർ വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ റാഗ് ചെയ്തു. കോളേജിനുള്ളിൽ വെച്ച് സീനിയർ വിദ്യാർത്ഥികൾ സംഘം ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു. പിന്നീട് ഇത് കയ്യാങ്കളിയിലേക്കും വെല്ലുവിളികളിലേക്കും നീങ്ങി. അവസാന വർഷ വിദ്യാർത്ഥികളായ 10 പേർക്കെതിരെയാണ് സംഭവത്തിൽ പോലീസ് കേസെടുത്തത്. മിക്ക റാഗിംഗ് സംഭവങ്ങൾക്ക് പിന്നിലും വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ ഭീകരമുഖം കാണാനാവുമെങ്കിലും ഭരണപക്ഷത്തെ വിദ്യാർത്ഥി സംഘടനയായ SFIയെ രക്ഷിക്കാനായി പോലീസ് കുറ്റവാളികളുടെ പേരിൽ കേസെടുക്കാൻ കൂട്ടാക്കുന്നില്ല. പയ്യന്നൂർ കോളേജിൽ വിദ്യാർത്ഥികളെ റാഗിങ്ങിന് വിധേയരാക്കി മർദ്ദിച്ച സംഭവത്തിൽ മർദ്ദനത്തിന് മാത്രമാണ് പോലീസ് കേസെടുത്തത്. റാഗിംഗ് വകുപ്പുകൾ ഉൾപ്പെടുത്തിയിട്ടില്ല. റാഗിംഗിൽ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് കണ്ണൂർ മാടായി സ്വദേശിയായ വിദ്യാർത്ഥി പ്രിൻസിപ്പലിന് പരാതി നൽകിയിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ്. റാഗിംഗ് നിരോധന നിയമം നിലവിലുണ്ടെങ്കിലും പോലീസ് കർശന നടപടികൾ എടുക്കാൻ കൂട്ടാക്കാത്തതാണ് വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ സൽപ്പേര് നഷ്ടപ്പെടുത്തുന്ന രാഷ്ട്രീയ ഇടപെടലുകൾക്ക് മുഖ്യ കാരണം. കുറ്റക്കാരായ കുട്ടികളുടെ ഭാവി നശിക്കാൻ ഇടവരുമെന്ന കാരണം പറഞ്ഞ് പോലീസ് എടുക്കുന്ന അയഞ്ഞ നിലപാടുകൾ ക്യാമ്പസുകളിൽ അക്രമ രാഷ്ട്രീയം താണ്ഡവമാടാൻ വഴിമരുന്നിടുന്നു. ഒരു വിദ്യാർത്ഥിക്ക് മാനസികമായും ശാരീരികമായും വിഷമമുണ്ടാക്കുന്ന ഏതൊന്നിനെയും റാഗിംഗ് എന്ന് തന്നെയാണ് പറയുക. പുതുതായി എത്തുന്ന വിദ്യാർത്ഥികൾ തങ്ങളുടെ അപ്രമാദിത്വം കാട്ടാനുള്ള ഇരകളാണ് എന്ന് സീനിയേഴ്സ് ചിന്തിക്കുന്നിടത്തു നിന്നാണ് റാഗിങ്ങിന്റെ തുടക്കം. ഞങ്ങളും റാഗ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അതിനാൽ നിങ്ങളും അനുഭവിക്കണമെന്ന ന്യായം ഇതിന് പറയുന്നവരും ഇക്കൂട്ടത്തിലുണ്ട്. വിദ്യാർത്ഥിയെ ശാരീരികമായോ മാനസികമായോ ഉപദ്രവിക്കുക, അധിക്ഷേപിക്കുക, അയാൾക്ക് നാണക്കേടുണ്ടാവുന്ന വിധത്തിൽ പെരുമാറുക, പരിഹാസപാത്രമാക്കും വിധം തമാശകൾ കാണിക്കുക എന്നതിനെയൊക്കെ റാഗിങ്ങിന്റെ പരിധിയിൽ വരുത്തും. ഇത്തരത്തിൽ വ്യക്തിത്വത്തിനുണ്ടാവുന്ന അപമാനം പലർക്കും ദീർഘകാലം നീണ്ടു നിൽക്കുന്ന മാനസിക പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നു. റാഗിംഗ് മൂലം പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ചവരും നിരവധിയാണ്. സമൂഹവുമായി ബന്ധം വിച്ഛേദിച്ച് ഒറ്റപ്പെട്ട ജീവിതം തള്ളി നീക്കുന്നവരുമുണ്ട്. റാഗിംഗ് നടത്തിയ വിദ്യാർത്ഥിക്ക് അത് തെളിയിക്കപ്പെട്ടാൽ 2 വർഷം വരെ തടവ് ശിക്ഷയും 1 ലക്ഷം രൂപ പിഴ ശിക്ഷയായും വരെ ലഭിക്കുന്നതാണ്. പിന്നീട് വരുന്ന 3 വർഷത്തേക്ക് മറ്റൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും തുടർന്ന് പഠിക്കുവാനും സാധിക്കില്ല.
റാഗിംഗ് വിദ്യാർത്ഥികളിൽ ആത്മവിശ്വാസം ഉണ്ടാക്കുമെന്നും അവരുടെ കംഫർട്ട് സോൺ പൊളിച്ച് അവരെ കൂടുതൽ മികവുറ്റവരാക്കുമെന്നും ഒക്കെ പറയുന്നത് മണ്ടത്തരങ്ങളും പിന്തിരിപ്പൻ ചിന്തകളും മാത്രമാണ്. സീനിയർ വിദ്യാർത്ഥികളുടെ ഭീഷണിയിൽ പരാതിപ്പെടാൻ ചില വിദ്യാർത്ഥികൾ മടിക്കുന്നത് റാഗിംഗ് വീരന്മാർ തങ്ങൾക്കുള്ള പ്രോത്സാഹനമായി സ്വയം കരുതുന്നു. വർദ്ധിച്ചു വരുന്ന റാഗിംഗ് അതിക്രമങ്ങൾ കാരണം എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ആന്റി റാഗിംഗ് കമ്മിറ്റി ഉണ്ടായിരിക്കേണ്ടതാണ്. ഇതിൽ സിവിൽ പോലീസ് അഡ്മിനിസ്ട്രേഷൻ, ലോക്കൽ മീഡിയ, NGO എന്നിവയും കൂടാതെ പ്രസ്തുത ഇൻസ്റ്റിറ്റ്യൂഷനിലെ അധ്യാപക പ്രതിനിധികൾ, രക്ഷിതാക്കളുടെ പ്രതിനിധികൾ, വിദ്യാർത്ഥികളുടെ പ്രതിനിധികൾ എന്നിവരും ഉണ്ടാവണം. സ്ഥലം സർക്കിൾ ഇൻസ്പെക്ടറും ഈ കമ്മിറ്റിയിൽ എക്സ് ഒഫീഷ്യോ മെമ്പറാണ്. പ്രധാന അധ്യാപകന്റെ നേതൃത്വത്തിൽ ഒരു ആന്റി റാഗിംഗ് സ്ക്വാഡും എല്ലാ സ്കൂൾ കോളേജ് ക്യാമ്പസുകളിലും നിർബന്ധമാണ്. കേട്ടുകേൾവി മാത്രമുള്ള റാഗിങ്ങിനെ പറ്റിയുള്ള ചിന്തകളോടെയാണ് ഓരോ വിദ്യാർത്ഥിയും പുതിയ സ്കൂൾ കോളേജ് അന്തരീക്ഷത്തിലേക്ക് എത്തുന്നത്. വിദ്യാലയ അധികൃതർ വെറും തമാശയെന്ന് പറഞ്ഞ് റാഗിങ്ങിനെ നിസ്സാരവൽക്കരിക്കുമ്പോഴാണ് ഒളിഞ്ഞും തെളിഞ്ഞും സ്കൂളുകളിൽ പോലും റാഗിങ്ങിന്റെ പേരിൽ ക്രൂരപീഡനങ്ങൾ അരങ്ങേറുന്നത്. സാഹചര്യവും സാമൂഹിക ചുറ്റുപാടുകളുമാണ് റാഗിങ്ങിലേക്ക് അവരെ എത്തിക്കുക. മെച്ചപ്പെട്ട പാരന്റിംഗ് രീതി കൊണ്ട് കുട്ടികളുടെ സാമൂഹിക വിരുദ്ധ സ്വഭാവങ്ങൾ മാറ്റാൻ കഴിയും. അതിന് കഴിയാതെ വരുമ്പോൾ ക്യാമ്പസുകളിൽ അക്രമകാരികളെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ പിൻബലത്തിൽ സൃഷ്ടിക്കപ്പെടുകയാണ്.